എല്ലാവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. 2023 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 34 ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓൾറെഡി ലാബ് 34ലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് ഇതിലെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കുക. അതിനുശേഷം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഓൾറെഡി +1 +2 സിലബസിനെ ബേസ് ചെയ്ത് 16 ലാബുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലാബുകളെല്ലാം നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കുക. അതിനുശേഷം 2023ലെ പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈ വർഷത്തെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷനും മികച്ച സ്കോർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം 2023ലെ പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിലാണ് 2024ലും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത്. സോ ലാസ്റ്റ് ഇയർ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. കഴിഞ്ഞ വർഷം ലാബ് 32 എന്നായിരുന്നു. ഈ വർഷം ആ ലാബിന്റെ നമ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ട്, 34 എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടന്റിന് യാതൊരു വ്യത്യാസവുമില്ല. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. യൂസിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു ജിയോജിബ്ര അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഓരോ കമാൻഡും വിശദമായി ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുണ്ട്. ഈ അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മാർക്കാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x² + 1. ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾക്കറിയാം. ഇൻപുട്ട് ബാറിൽ ജസ്റ്റ് x² + 1 എന്ന് കൊടുത്താൽ മതി. കാരണം ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് f എന്ന് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, എന്റർ ചെയ്യുമ്പോൾ x² + 1 എന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് കാണാം. ആ ഗ്രാഫിന്റെ അതിന്റെ ഫംഗ്ഷൻ ഇവിടെ ഓൾജിബ്രയിൽ കാണാനും സാധിക്കും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 2. യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് സ്മോൾ ലെറ്റർ a equal to ഇന്റഗ്രൽ f, -1, 2. ഈ കമാൻഡ് ഇൻപുട്ട് ബാറിൽ കൊടുക്കുക. എന്തിനാണ് ഈ കമാൻഡ് കൊടുക്കുന്നത്? ടു ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to f of x, that is x² + 1, x axis between x equal to -1 and x equal to 2. ഈ കർവിന്റെ x² + 1 എന്ന് പറയുന്ന കർവിന്റെ ഏരിയ കാണണം. ബിറ്റ്വീൻ x ആക്സിസ് x equal to -1 and x equal to 2. അത് കാണുന്നതിന് വേണ്ടി തിയറി ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യണ്ട, ജസ്റ്റ് ഈ കമാൻഡ് കൊടുത്താൽ മതിയാകും. സോ ആ കമാൻഡ് നമ്മുടെ ഇൻപുട്ട് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്മോൾ ലെറ്റർ a equal to അല്ലെ, സ്മോൾ ലെറ്റർ a equal to ഇന്റഗ്രൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് അവിടെ വരും. അതിൽ നിങ്ങൾ ഏതെടുക്കണം? തേർഡ് വൺ, ഫംഗ്ഷൻ സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ. അത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഫംഗ്ഷന്റെ നെയിം എന്തായിരുന്നു? f എന്നായിരുന്നു. സോ ഈ ഫംഗ്ഷന്റെ പ്ലേസിൽ f എന്ന് കൊടുക്കുക. നെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ ടാബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഫ്രം -1 to 2 ആണ്. സോ സ്റ്റാർട്ടിംഗ് വാല്യൂ -1 എന്ന് കൊടുക്കുക. ടാബ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് സെലക്ട് ആയി. എൻഡ് വാല്യൂ എന്താണ്? 2. -1 മുതൽ 2 വരെ അല്ലേ? ദെൻ എന്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഏരിയ കിട്ടിക്കഴിഞ്ഞു. സ്മോൾ ലെറ്റർ ഏരിയ a equal to 6. സോ ഏരിയ എന്ന് പറയുന്നത് 6 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ f. ഈ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ x² + 1ന്റെ ഏരിയ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻപുട്ട് ബോക്സ് സ്ലൈഡർ ടൂളിൽ ലാസ്റ്റ് വൺ അത് സെലക്ട് ചെയ്തു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫംഗ്ഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫംഗ്ഷൻ എന്ന് കൊടുക്കാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ്, ലിങ്ക്ഡ് ഒബ്ജക്റ്റ്. ഫംഗ്ഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ f എന്ന് പറയുന്ന ഫംഗ്ഷൻ ലിങ്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുമ്പോൾ അത് ഇൻപുട്ട് ബോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? We can edit the upper limit and lower limit by double clicking on the region A. നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഷെയ്ഡഡ് പോർഷന്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ അപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക.
അപ്പോൾ തന്നെ ടീച്ചർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോട്ട് ചെയ്യും. ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക 16, ലാബിന്റെ നമ്പർ 32, ലാബ് നെയിം, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഈ ഹെഡിങ് എഴുതിയിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഇട്ടിട്ട് ആൻസേഴ്സ് എഴുതുക. എ പാർട്ട് എന്തായിരുന്നു? അപ്ലെറ്റ് ക്രിയേറ്റഡ്. അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയ എന്തായിരുന്നു? 6. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1ലെ ബി പാർട്ട്. യൂസിംഗ് above applet find area of the region bounded by the curve y square equal to 2x, x equal to 3, x equal to 6 above x axis അല്ലെങ്കിൽ in the first quadrant എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ y square equal to 2x, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? y equal to f of x എന്ന് എഴുതാൻ സാധിക്കണം. ഇവിടെ y square equal to 2x, അപ്പോൾ y equal to എന്ത് കിട്ടും? root of 2x, sqrt ബ്രാക്കറ്റിനകത്ത് 2x, അതാണ് ഫംഗ്ഷൻ. റൂട്ട് 2x എന്ന് പറയുന്നത് എങ്ങനെയാണ് കമാൻഡ് കൊടുക്കേണ്ടത്? sqrt ബ്രാക്കറ്റിനകത്ത് 2x, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. എവിടെ മുതൽ എവിടെ വരെയാണ്? x equal to 3 മുതൽ x equal to 6 വരെയുള്ള ഏരിയയാണ് കാണേണ്ടത്. സോ വീണ്ടും ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. y സ്ക്വയർ ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു റൂട്ട് 2x, അത് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കണം. അപ്പൊ എങ്ങനെ ചെയ്യണം? sqrt ബ്രാക്കറ്റ് മുഖ്യം കൊടുത്തു, റൂട്ട് 2x കൊടുക്കുക, എന്റർ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ വന്നു. ഓക്കെ, ഫ്രം വേർ ടു വേർ എന്നാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊരു മാറ്റം കൂടെ വരുത്തേണ്ടി വരും. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താണ് ഫംഗ്ഷൻ മാറ്റേണ്ടത് അല്ലേ? ഇവിടെ നേരത്തെ പറഞ്ഞ ഇൻപുട്ട് ബോക്സ് കിടക്കുകയാണ്, അത് ലൈവായി കിടക്കുന്നതുകൊണ്ടാണ് അതൊന്ന് മൂവ് ബട്ടൺ കൊടുത്ത് അത് കളയുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ മാറ്റാന്ന് പറഞ്ഞില്ലേ? ഫംഗ്ഷൻ ഇവിടെ എവിടെ മുതൽ എവിടം വരെയാണ് പറഞ്ഞത്? 3 മുതൽ 6 വരെ. ആ ഷെയ്ഡഡ് പോർഷന്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചേഞ്ച് ചെയ്യാം. 3 മുതൽ ഏതുവരെയാണ്? 6 വരെ. ഫംഗ്ഷൻ എഫ് തന്നെ കൊടുത്തു. അടുത്ത് ലോവർ ലിമിറ്റ് 3, സ്റ്റാർട്ടിംഗ് വാല്യൂ 3, എൻഡ് വാല്യൂ 6. ഓക്കെ കൊടുത്തു. പക്ഷെ ഇതല്ല ആൻസർ, കാരണം നമ്മൾ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ഫംഗ്ഷൻ കൂടെ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഫംഗ്ഷൻ എന്തായിരുന്നു? റൂട്ട് 2x, sqrt, ദെൻ ബ്രാക്കറ്റിനകത്ത് 2x കൊടുക്കുക, ദെൻ എൻറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഏരിയ കിട്ടും. ഏരിയ ഈക്വൽ ടു 8.96. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷന്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമുക്ക് എഡിറ്റ് ചെയ്യാം. സോ ആൻസർ ശരിയാണെന്ന് ഉറപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1ൽ ബി പാർട്ട് ആദ്യത്തെ ഏരിയ എന്തായിരുന്നു? 8.96. സിമിലർലി y സ്ക്വയർ ഈക്വൽ ടു 3x, x ഈക്വൽ ടു 2, x ഈക്വൽ ടു 5. എന്ത് ചെയ്യണം? y എന്ന് പറഞ്ഞാൽ sqrt 3x. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യുക, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഡിറ്റ് ചെയ്യുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് 2 to 5 അല്ലെ? അപ്പൊ നേരത്തെ ചെയ്തതുപോലെ എഡിറ്റ് ചെയ്തു. 2 to 5 ലോവർ ലിമിറ്റ് 2 ആണ്, അപ്പർ ലിമിറ്റ് എന്താണ്? 5 ആണ്. സോ 6 എഡിറ്റ് ചെയ്ത് 5 ആക്കി. നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ sqrt എന്തായിരുന്നു? 3x, റൂട്ട് 3x. അപ്പോൾ 3 എന്ന് കൊടുക്കുക. ദെൻ എൻറ്റർ കൊടുക്കുമ്പോൾ ഏരിയ 9.64 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. 9.64 കറക്റ്റ് ആണല്ലോ? കറക്റ്റ് ആണ്. സിമിലർലി ലാസ്റ്റ് വൺ നിങ്ങൾ ചെയ്തു നോക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് 1, എൻഡിംഗ് പോയിന്റ് 4. ഫംഗ്ഷന്റെ അവിടെ എന്ത് കൊടുക്കണം? sqrt 5x. കിട്ടി മാർക്ക് 2. സോ 4 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സി പാർട്ട്. യൂസിംഗ് ദിസ് അപ്ലെറ്റ് ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഗിവൺ കർവ്സ്. ആൾസോ റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഏരിയ. അതിൽ ഒന്നാമത്തെ പാർട്ട് x സ്ക്വയർ മൈനസ് 3, x ആക്സിസ് x ഈക്വൽ ടു -3, x ഈക്വൽ ടു 3. ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കൂ. ടിക്കിട്ട ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. മുകളിലത്തെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്നായിരിക്കും ടിക്കിട്ടിട്ടുള്ളത്, അത് നിങ്ങൾ ആൻസർ ചെയ്യുക. ഞാൻ അവിടെ 3 ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തി, ഇവിടെയും അങ്ങനെ തന്നെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഫംഗ്ഷൻ എന്താണ്? x സ്ക്വയർ മൈനസ് 3. വേറെ നോക്കാനില്ല. ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് ഇവിടെ എന്ത് കൊടുക്കണം? x സ്ക്വയർ മൈനസ് 3. സെയിം അപ്ലെറ്റ് യൂസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. x ഷിഫ്റ്റ് ക്യാപ്പ് 2, x സ്ക്വയർ മൈനസ് 3. എൻറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ വന്നു. ഉടൻ തന്നെ ചാടിക്കയറി ഏരിയ ഈക്വൽ ടു 30 എന്ന് എഴുതരുത്. ഫ്രം വെയർ ടു വെയർ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. x ആക്സിസ് x ഈക്വൽ ടു -3, x ഈക്വൽ ടു +3.
എക്സ് ഈക്വൽ ടു -3, എക്സ് ഈക്വൽ ടു +3. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എഡിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ ഷെയ്ഡഡ് പോർഷൻ അവിടെ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഫംഗ്ഷൻ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് -3 ആക്കണം. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് +3 ആക്കി മാറ്റുക. ദെൻ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏരിയ കിട്ടി. ഏരിയ ഈക്വൽ ടു 0. അപ്പൊ പിന്നെ നമ്മുടെ എന്താണ്, കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റത്തില്ലല്ലോ. ഉടൻ തന്നെ ആൻസർ എഴുതും. തെറ്റി. എന്താണ് പ്രശ്നം? ഇവിടെ എന്താണ് ഷെയ്ഡഡ് പോർഷൻ കുറച്ചുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ഏരിയ ഒരിക്കലും 0 അല്ല. എന്തുകൊണ്ടാണ് ഏരിയ 0 വന്നത്? ഇവിടെ സം പോർഷൻ, ഷെയ്ഡഡ് പോർഷൻ, സം പോർഷൻ എബവ് എക്സ് ആക്സിസ്, സം പോർഷൻ ബിലോ എക്സ് ആക്സിസ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ താഴെ ആക്ച്വലി നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്, മേളിൽ പോസിറ്റീവ് വാല്യൂ. രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 0 വന്നത്. ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ താഴെ വരുന്ന പോർഷന്റെ ഏരിയ പോസിറ്റീവായിട്ട് കണക്കാക്കുമ്പോൾ ടോട്ടൽ ഏരിയ ഒരിക്കലും 0 വരത്തില്ല. അപ്പോൾ പ്രശ്നം ഈ സെയിം ഏരിയ നമുക്ക് എബവ് എക്സ് ആക്സിസിൽ എത്തിക്കണം. അപ്പൊ പോസിറ്റീവ് വാല്യൂ കിട്ടും അല്ലെ? ഇപ്പോ ബിലോ എക്സ് ആക്സിലാണ് കിടക്കുന്നത്. അതായത് ഷെയ്ഡഡ് പോർഷൻ സംതിങ് എബവ് എക്സ് ആക്സിസ്, സംതിങ് ബിലോ എക്സ് ആക്സിസ് ആണെങ്കിൽ ടു ഫൈൻഡ് ടോട്ടൽ ഏരിയ വി ഹാവ് ടു എഡിറ്റ് ദ ഫംഗ്ഷൻ ആസ് മോഡുലസ് ഓഫ് x² - 3. ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഫംഗ്ഷന്റെ ഇവിടെ ABS എന്ന് കൊടുക്കുക. ABS, ദെൻ ബ്രാക്കറ്റ് കൊടുക്കുക. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. x² - 3, ദെൻ എന്റർ കൊടുത്തു. അപ്പോൾ താഴെ വന്ന ഏരിയ മേളിൽ വന്നു. സോ ആൻസർ എന്താണ്? ആ നെഗറ്റീവ് പോർഷൻ പോസിറ്റീവായി ടോട്ടൽ ഏരിയ ഈക്വൽ ടു 13.86 എന്ന് കിട്ടും. അപ്പോൾ എപ്പോഴാണ് അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കേണ്ടത്? ഷെയ്ഡഡ് പോർഷൻ സംതിങ് ബിലോ എക്സ് ആക്സിസ് ആൻഡ് സംതിങ് എബവ് എക്സ് ആക്സിസ് ആണെങ്കിൽ to find total area we have to take absolute value for the function f of x. അതാണ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടത്. സോ ശരിയാണോ നോക്കി നോക്ക്. സി പാർട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 13.86. അപ്പോൾ എന്താണ് അവിടെ ചെയ്ത പ്രൊസീജിയർ? ആ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് x² - 3 എന്ന് എഡിറ്റ് ചെയ്യണം. ഇതേ പ്രക്രിയ അടുത്ത 2 ക്വസ്റ്റ്യനും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ പരിചയപ്പെടുത്താം. 2x² - 2 ഫംഗ്ഷൻ മൊത്തത്തിൽ കളഞ്ഞ് ഒന്നേന്ന് ചെയ്യാം. 2x² - 2 നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. 2x² - 2 ദെൻ എന്റർ കൊടുത്തു. കണ്ടോ? സം പോർഷൻ എബവ് എക്സ് ആക്സിസ്, സം പോർഷൻ ബിലോ എക്സ് ആക്സിസ് അല്ലെ? ഫ്രം വെയർ ടു വെയർ അതുകൂടെ പ്രശ്നമുണ്ട്, അത് നോക്കണം. എവിടം മുതൽ എവിടം വരെയാണ്? -2 മുതൽ +2 വരെയാണ്. ഓക്കെ, -2 മുതൽ +2 വരെ. അപ്പൊ ഇത് എഡിറ്റ് ചെയ്ത് -2 മുതൽ +2 വരെയാക്കി മാറ്റുക. -2 മുതൽ +2 വരെ എഡിറ്റ് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഏരിയ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഏരിയ 2.67. 0 അല്ലല്ലോ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. തെറ്റ്. കാരണം ഹിയർ ഷെയ്ഡഡ് പോർഷൻ സംതിങ് എബവ് സംതിങ് ബിലോ. അപ്പോൾ ഇതല്ല ആക്യുറേറ്റ് വാല്യൂ, എക്സാക്ട് വാല്യൂ. ടു ഫൈൻഡ് ടോട്ടൽ ഏരിയ വി ഹാവ് ടു ടേക്ക് മോഡുലസ് ഫംഗ്ഷൻ ഫോർ ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ABS എന്ന് കൊടുക്കണം. ABS ദെൻ ബ്രാക്കറ്റ്, അത് മുഖ്യം. ഓക്കെ, ദെൻ എന്റർ കൊടുക്കുക. സോ എന്താണ് എക്സ് ആക്സിന്റെ ബിലോ പോർഷനിൽ വന്നത് എബവ് എക്സ് ആക്സ് ആയി. സോ ടോട്ടൽ ഏരിയ ഈക്വൽ ടു 8 എന്ന് കിട്ടും. സോ ബി പാർട്ടിന്റെ ആൻസർ ഏരിയ ഈക്വൽ ടു 8. ഇതുപോലെ തേർഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ സംതിങ് ബിലോ സംതിങ് എബവ് വരും. അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുമ്പോൾ ടോട്ടൽ ഏരിയ കിട്ടും. നെക്സ്റ്റ്, അപ്പോൾ അത് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് 2 മാർക്കാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, അഗൈൻ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് എനി വൺ ഫംഗ്ഷൻ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ടിക്കറ്റ് ഉണ്ടായിരിക്കും, അതിന്റെ ഏരിയ കാണുക. ഫസ്റ്റ് വൺ ആണെങ്കിൽ x² + y² = 9. ഈ സർക്കിളിന്റെ ഏരിയ കാണണം യൂസിങ് ദ എബവ് അപ്ലെറ്റ്. നമുക്ക് y = ഫംഗ്ഷൻ ഓഫ് x എന്ന രീതിയിൽ എഴുതാൻ സാധിക്കണം. അപ്പോൾ y² = എന്ത് കിട്ടും? 9 - x². y = എന്ത് കിട്ടും? √9 - x². അപ്പോൾ ഫംഗ്ഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യണം? √9 - x². ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് SQRT ബ്രാക്കറ്റിനകത്ത് 9 - x², 9 - x ഷിഫ്റ്റ് ക്യാപ്പ് 2 ദെൻ എന്റർ.
സോ നമുക്ക് 9 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ കിട്ടി. നമുക്ക് സർക്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഇവിടെ സെമി സർക്കിളേ വരുന്നുള്ളൂ. സോ ടോട്ടൽ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഫുൾ പോർഷന്റെ ഏരിയയുടെ ഡബിൾ കണ്ടാൽ മതി. ഓക്കെ, ഫുൾ സർക്കിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കമാൻഡ് കൊടുക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് ടൈപ്പ് ചെയ്താൽ ഫുൾ സർക്കിൾ കാണാം. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഫുൾ പോർഷന്റെ ഏരിയ കാണണം. ഇവിടെ -3 മുതൽ +3 വരെയല്ലേ ചെയ്യണ്ടേ? അങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്നത്? അല്ല. അപ്പോൾ നമുക്ക് ഏരിയ എക്സാക്ട് കാണുന്നതിന് വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഷെയ്ഡഡ് പോർഷൻ ഫ്രം -3 മുതൽ +3 വരെ എന്ന് ഫിഗറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. ആ സെമി സർക്കിളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഫിഗറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നോക്കി നോക്ക്, ഉണ്ടോ? -3 മുതൽ +3 വരെ ഫുൾ പോർഷന്റെ ഏരിയ കിട്ടിയില്ലേ? ഈ പോർഷന്റെ ഏരിയ 14.14 എങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഇതിന്റെ ഡബിൾ, ഇരട്ടി. കാരണം ബിലോ പോർഷനിലും എന്ത് വരും? ഇതേ സാധനം വരും. അത് പോസിറ്റീവ് ആക്കുമ്പോൾ 14.14. സോ ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 14.14 into 2, അതായത് 28.28 എന്ന് കിട്ടും. 28.28 എന്ന് കിട്ടും. 27 അല്ലെങ്കിൽ റൗണ്ട് ചെയ്യുമ്പോൾ 28 എന്ന് കിട്ടും. സോ ഏരിയ കാണാൻ ഇവിടെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻസർ കീയിൽ എന്തുകൊണ്ടാണെന്ന് അറിയോ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് സെമി സർക്കിൾ. അവിടെ കാണുന്നത് മിക്കവാറും ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ മാത്രമായിരിക്കും. ടു ഫൈൻഡ് ടോട്ടൽ ഏരിയ അവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഈ രീതിയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. വൈ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 25 മൈനസ് എക്സ് സ്ക്വയർ. y ഈക്വൽ ടു റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. റൂട്ട് 25 SQRT 25 മൈനസ് എക്സ് സ്ക്വയർ. എന്റർ. ഇവിടെ എവിടെ മുതൽ എവിടം വരെയാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്? -π മുതൽ +π വരെ. എങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 മുതൽ 5 വരെയാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് കിട്ടും. എങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ രീതിക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 0 to 5 കൊടുക്കുന്നു. ഓക്കെ, 0 to 5. എന്തുകൊണ്ടാണ് 0 to 5 കൊടുക്കുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും മനസ്സിലാക്കി. 0 ഇവിടെ എന്തായിരുന്നു? 5. അപ്പൊ ഈ പോർഷന്റെ ഏരിയ കിട്ടി 19.63. എങ്കിൽ ടോട്ടൽ ഏരിയ ഓഫ് ദ സർക്കിൾ എന്തായിരിക്കും? 19.63 into 4 എന്നായിരിക്കും ആൻസർ. ശരിയല്ലേ? 19.63 into 4. ഇതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. ദാറ്റ് മീൻസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ. വൈ ഈക്വൽ ടു റൂട്ട് 4 മൈനസ് എക്സ് സ്ക്വയർ. ഈസി ആയിട്ട് ചെയ്യാം. ആ കമാൻഡ് അവിടെ കൊടുത്താൽ മതി. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. +2 സിലബസിനെ ബേസ് ചെയ്ത് ഒരു ലാബ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. അത് ലാബ് 32 ആകുന്നതാണ് നല്ലത്. കാരണം ഇതിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.